മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ആഗസ്റ്റ് 15 ശനി. ആർട്ടിമിസ് ദൗത്യം അതിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ മൂൺ ബേസ് നിർമ്മാണത്തിലേക്ക് പ്രവേശിക്കാനിരിക്കെ അമേരിക്ക ISROയുടെ സഹായം തേടുമ്പോൾ ആ ക്ഷണത്തിന് മാനങ്ങളേറെയാണ് എന്ന് ചർച്ച ചെയ്യുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ഇസ്രോ എന്ന മുറ്റത്തെ മുല്ല. ഏതൊരു ഇന്ത്യക്കാർക്കും അഭിമാനിക്കാൻ വക നൽകുന്നൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം US ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസ പുറത്തുവിട്ടത്. ചന്ദ്രനിൽ മനുഷ്യർക്ക് ദീർഘകാലം താമസിക്കാനും ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്താനും ലക്ഷ്യമിട്ടിട്ടുള്ള മൂൺ ബേസ് പദ്ധതിയിൽ പങ്കാളിയാവാൻ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISROയെ ക്ഷണിച്ചിരിക്കുകയാണ് നാസ. 5 പതിറ്റാണ്ടിന് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ ആർട്ടിമിസ് ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഭൂമിയുടെ ഉപഗ്രഹത്തിൽ ഒരു സ്ഥിരം നിലയം സ്ഥാപിക്കുക എന്നതാണ്. ഭാവിയിൽ ചൊവ്വയിലേക്കടക്കമുള്ള മനുഷ്യൻ്റെ ബഹിരാകാശ പര്യവേക്ഷണത്തിൽ അതിനിർണായകമായ ഈ ദൗത്യത്തെ ശാസ്ത്രലോകം ആകാംക്ഷയോടെ നോക്കിക്കാണുമ്പോഴാണ് പ്രസ്തുത പദ്ധതിയിൽ പങ്കാളികളാകാൻ അമേരിക്ക ISROയെ ക്ഷണിച്ചിരിക്കുന്നത്. മറ്റധികം രാജ്യങ്ങൾക്കൊന്നും കൈവന്നിട്ടില്ലാത്ത ഈ സൗഭാഗ്യം ISROയുടെ ഇതപര്യന്തമുള്ള പ്രവർത്തന മികവിൻ്റെ കൂടി നിദർശകമാണ് എന്നതിൽ സംശയമില്ല. ചന്ദ്രനിലേക്കും അവിടെ നിന്ന് പ്രപഞ്ചത്തിൻ്റെ വിശാലതയിലേക്കുമുള്ള മനുഷ്യൻ്റെ പുതിയ യാത്രയിൽ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ബഹിരാകാശ ഗവേഷണ യത്നങ്ങളെ കൂടുതൽ വേഗത്തിലാക്കും. 1972 ശേഷം മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല. നീൽ ആംസ്ട്രോങ് മുതൽ യുജിൻ കെർമാൻ വരെയുള്ള ഡസൻ ചാന്ദ്രയാത്രികരുടേതും ഹ്രസ്വ സന്ദർശനമായിരുന്നു. എന്നാൽ പുതിയ യാത്രകൾ ലക്ഷ്യം വയ്ക്കുന്നത് അങ്ങനെയല്ല. ഭൂമിയുടെ ഒരേയൊരു ഉപഗ്രഹത്തിൽ ദീർഘകാല മനുഷ്യ സാന്നിധ്യത്തിന് അടിത്തറയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ രാജ്യങ്ങൾ ചന്ദ്രനിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെയൊരു പുതിയ ബഹിരാകാശ യുദ്ധം തന്നെ ശാസ്ത്രലോകത്ത് നടക്കുന്നുണ്ട്. US-ഉം റഷ്യയും ചൈനയും ജപ്പാനുമെല്ലാം ആ മത്സരത്തിൻ്റെ മുൻനിരയിലുണ്ട്. മത്സരത്തിൽ ഒരു പടി മുന്നിലുള്ളത് അമേരിക്കയാണ്. നാസയുടെ ആർട്ടിമിസ് ദൗത്യം വലിയ പ്രതീക്ഷകളോടെ മുന്നേറുകയാണ്. 2022 ആർട്ടിമിസ് 1 എന്ന ആളില്ലാ പേടകം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തുകയും ചന്ദ്രോപരിതലത്തിൻ്റെ 9000 കിലോമീറ്റർ വരെ അരികെ വലം വെക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ കുതിച്ച ആർട്ടിമിസ് 2 ദൗത്യത്തിൽ 4 യാത്രികരുമുണ്ടായിരുന്നു. ചന്ദ്രനിൽ ഇറങ്ങിയില്ലെങ്കിലും അവരും ഉപഗ്രഹത്തിൻ്റെ അരികെ എത്തി സുരക്ഷിതമായി ഭൂമിയിലിറങ്ങി. അടുത്ത വർഷം സമാന സ്വഭാവത്തിൽ ആർട്ടിമിസ് 3 കുതിച്ചുയരും. അത് കഴിഞ്ഞാൽ ആർട്ടിമിസ് 4 മനുഷ്യരെയും വഹിച്ച് ചന്ദ്രനിൽ ഇറങ്ങും. നാസയുടെ സാങ്കേതിക തികവ് വെച്ചു നോക്കുമ്പോൾ 2029 മുമ്പ് തന്നെ ഇതെല്ലാം യാഥാർത്ഥ്യമാകാനാണ് സാധ്യത. അതിൻ്റെ തുടർച്ചയിലാണ് മൂൺ ബേസ് സ്ഥാപിക്കുക. ഇതിനകം തന്നെ നാസയുടെ ആർട്ടിമിസ് അക്കോർഡിൽ ഇന്ത്യയും അംഗമാണ്. ആ നിലയിൽ ഈ ദൗത്യത്തിൽ ഇന്ത്യൻ ഗവേഷകരും പങ്കാളികളാണ്. അതിനുമപ്പുറം ISROയുടെ ചില സാങ്കേതിക സഹായങ്ങളും ആർട്ടിമിസ് പദ്ധതിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആർട്ടിമിസ് ദൗത്യം അതിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ മൂൺ ബേസ് നിർമ്മാണത്തിലേക്ക് പ്രവേശിക്കാനിരിക്കെ ISROയുടെ സഹായം തേടുമ്പോൾ ആ ക്ഷണത്തിന് മാനങ്ങളേറെയാണ്. ഒന്നാമതായി, നടപ്പു ശതകത്തിൽ ISROയുടെ മിക്ക ദൗത്യങ്ങളും വിജയിച്ചിട്ടുണ്ട് എന്നത് ഏതൊരു രാജ്യത്തെയും അസൂയപ്പെടുത്തുന്ന നേട്ടമാണ്. ചാന്ദ്രയാൻ, മംഗൾയാൻ, അസ്ട്രോസാറ്റ്, ആദിത്യ തുടങ്ങിയ ദൗത്യങ്ങളെല്ലാം വിജയമായിരുന്നു. ഗഗൻയാനും അതേ പാതയിലാണ്. 2 വർഷത്തിനുള്ളിൽ മനുഷ്യൻ്റെ ശൂന്യാകാശ യാത്ര യാഥാർത്ഥ്യമാക്കാനൊരുങ്ങുന്ന ISRO 2040ഓടെ ഇന്ത്യക്കാരെ ചന്ദ്രനിൽ എത്തിക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ മേഖലയിൽ ഇന്ത്യ കൈവരിച്ചിട്ടുള്ള സാങ്കേതിക ജ്ഞാനങ്ങൾ നാസക്ക് ആവശ്യമുണ്ട്. മൂൺ ബേസ് ഗവേഷണ പങ്കാളിത്തത്തിലേക്ക് ക്ഷണിക്കുക വഴി അതുറപ്പാക്കുക എന്നതാണ് നാസയും അമേരിക്കയും ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തം. മറുവശത്ത് വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ശാസ്ത്ര പരീക്ഷണങ്ങളിലൊന്നിൻ്റെ ഭാഗമാകാൻ ഇന്ത്യക്കും അവസരം വരുന്നു. ബഹിരാകാശ യാത്രികർക്ക് 1-2 മാസത്തോളം ചന്ദ്രനിൽ തങ്ങി ഗവേഷണങ്ങൾ നടത്താനുള്ള നിലയമാണ് സ്ഥാപിക്കാനൊരുങ്ങുന്നത്. 3 ഘടകങ്ങളാണ് ഈ ബേസ് ക്യാമ്പിനുണ്ടാവുക. ബഹിരാകാശ യാത്രികർക്ക് താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള ഫൗണ്ടേഷൻ സർഫേസ് ഹാബിറ്റാറ്റ്,
ചന്ദ്രോപരിതലത്തിലൂടെ യാത്രികർക്ക് സഞ്ചരിക്കാനുള്ള ലൂണാർ ടെറൈൻ വെഹിക്കിൾ, കൂടുതൽ ദൂരത്തേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഹാബിറ്റബിൾ മൊബിലിറ്റി പ്ലാറ്റ്ഫോം എന്നിവയാണവ. മറ്റൊരർത്ഥത്തിൽ മനുഷ്യൻ ചന്ദ്രനിൽ സ്ഥാപിക്കുന്ന ആദ്യത്തെ കോളനിയാകും ഈ മൂൺ ബേസ്. ആ നിലയിൽ രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുള്ള ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാകാനാണ് ISROക്ക് അവസരം വന്നിരിക്കുന്നത്. ISROയുടെ നേട്ടങ്ങൾ ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുമ്പോഴും നമ്മുടെ അധികാരികൾ ഈ ഗവേഷണ സ്ഥാപനത്തെ വേണ്ടത്ര തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന സംശയമാണ്. സമീപകാലത്തായി അവിടെ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് കൊഴിഞ്ഞുപോക്കിൻ്റെ കെട്ട കഥകളാണ്. ഏതാനും മാസങ്ങൾക്കിടെ 100-ലധികം ശാസ്ത്രജ്ഞരും ഉദ്യോഗസ്ഥരുമാണ് അവിടെ നിന്നും ജോലി ഉപേക്ഷിച്ചു പോയത്. ഇതുമൂലം പല പദ്ധതികളും അനിശ്ചിതാവസ്ഥയിലായി. ഭരണകൂടത്തിൻ്റെ വികലമായ ശാസ്ത്ര നയത്തിൻ്റെ പരിണതിയാണത്. ISRO ഉൾപ്പെടെയുള്ള ശാസ്ത്ര സ്ഥാപനങ്ങൾക്കുള്ള വാർഷിക സാമ്പത്തിക വിഹിതം വെട്ടിക്കുറക്കുകയും മറുവശത്ത് തന്ത്രപ്രധാനമായ ഈ ഗവേഷണ മേഖലകളിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അനിയന്ത്രിതമായി അവസരം നൽകുകയും ചെയ്തത് ഫലത്തിൽ തിരിച്ചടിയായിരിക്കുകയാണ്. ISRO തുടങ്ങിവെച്ച പല പദ്ധതികളും ഇപ്പോൾ നിശ്ചലാവസ്ഥയിലാണ്. പല ദൗത്യങ്ങൾക്കും സർക്കാർ അനുമതിയുമില്ല. ഇതോടൊപ്പം സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള കേന്ദ്ര സർക്കാരിന് ഇത്തരം മൗലിക ശാസ്ത്ര ഗവേഷണങ്ങളെക്കാൾ പ്രിയം ഭാരതീയവും പൗരാണികവുമായ ശാസ്ത്രങ്ങളോടാണ്. ആ മേഖലയിലാണ് ഇപ്പോൾ കാര്യമായി ഫണ്ട് ഒഴുകുന്നതും. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ശാസ്ത്രാവബോധ ചിന്തകളും തദനുസൃതമായ ഭരണാസൂത്രണങ്ങളുമെല്ലാമാണ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ബഹിരാകാശ ഗവേഷണ നിലയം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. അതോടൊപ്പം ജീവിതം രാഷ്ട്രത്തിനായി സമർപ്പിച്ച പ്രതിഭാശാലികളായ ഒരു കൂട്ടം ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും പരിശ്രമം കൂടിയായപ്പോൾ നമ്മുടെ രാജ്യം പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു. അതിൻ്റെ ഖ്യാതി മോദി സർക്കാർ തുടർച്ചയായി വിസ്മരിക്കുമ്പോഴാണ് നാസയിൽ നിന്നുള്ള പുതിയ വാർത്തകൾ. മാധ്യമം പോഡ്കാസ്റ്റ്.